ബസ് യാത്രയിലൂടെ അടുപ്പം, ആ അടുപ്പം വീട്ടിലേക്കും. പട്ടാഴിമുക്കിൽ ലോറിയിലേക്ക് കാറിടിച്ചു കയറ്റി 2 പേർ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പന്തളം പത്തനംതിട്ട വഴി ഓടുന്ന ബസ്സിലായിരുന്നു ഹാഷിം ആദ്യം ഡ്രൈവറായി ജോലി ചെയ്തിരുന്നത് എന്നും അനുജ സ്കൂളിൽ പോയിരുന്നത് ഈ ബസ്സിലായിരുന്നു, ഈ യാത്രക്കിടയിലാണ് ഇരുവരും പരിചയപ്പെട്ടത് എന്ന് ഹാഷിമിന്റെ സുഹൃത്തുക്കൾ പോലീസിനോട് വെളിപ്പെടുത്തി. ഇവരുടെ ബന്ധത്തെക്കുറിച്ച് ഹാഷിമിന്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ പാട്ടായിരുന്നു. അനുജ കുടുംബ വീട്ടിൽ നിന്നാണ് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. വീട്ടിൽ പ്രായമായ പിതാവ് മാത്രമേ മിക്കപ്പോഴും കാണുമായിരുന്നുള്ളൂ എന്നതുകൊണ്ട് തന്നെ ഹാഷിം അവസരം കിട്ടുമ്പോഴൊക്കെ അനുജയുടെ വീട്ടിൽ പോകുമായിരുന്നു എന്നും ഹാഷിമിനെ ഈ വീട്ടിൽ വെച്ച് പലപ്പോഴും കണ്ടിട്ടുണ്ടെന്നും നാട്ടുകാർ പോലീസിനോട് വെളിപ്പെടുത്തി. ഒടുക്കം ഇരുവരും തമ്മിലുള്ള വഴിവിട്ട ബന്ധത്തെക്കുറിച്ച് ഭർത്താവിന് വിവരം ലഭിച്ചിരുന്നതായും ഇപ്പോൾ വിവരം പുറത്തു വരുന്നു. ഹാഷിമിന്റെ വഴിവിട്ട ജീവിതത്തിൽ മനമടുത്ത് 3 വർഷമായി ഭാര്യ വേർപിരിഞ്ഞ് മലപ്പുറത്താണ് താമസിക്കുന്നത്. കായംകുളത്ത് ഭർത്താവ് പണി കഴിപ്പിച്ച പുതിയ വീട്ടിലേക്ക് പിതാവുമായി അനുജ താമസം മാറുവാൻ ഒരുങ്ങുന്നതിന് തൊട്ടു മുമ്പാണ് ഈ ദുരന്തം നടന്നത്. ഭർത്താവിൻ്റെ പുതിയ വീട്ടിലേക്ക് മാറിക്കഴിഞ്ഞാൽ അനുജയെ തനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന ചിന്തയാണ് ഹാഷിമിനെ ഈ കൃത്യം ചെയ്യിക്കുവാൻ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. നൂറനാട് മറ്റപ്പള്ളിയിലുള്ള ശുചീന്ദ്രം എന്ന കുടുംബ വീട്ടിൽ താമസിച്ചാണ് അനുജ സ്കൂളിൽ ജോലിക്ക് പോയിരുന്നത്. തുമ്പമൺ ഗേൾസ് ഹൈസ്കൂളിലെ +2 അധ്യാപികയായിരുന്നു അനുജ. ഈ വീട്ടിൽ പ്രായമായ പിതാവും സഹോദരനുമുണ്ട്. പിതാവ് റിട്ടയേർഡ് ഹെഡ് മാസ്റ്ററാണ്. അവധി ദിവസങ്ങളിൽ അനുജ കായംകുളത്തേക്ക് പോകും. 1 വർഷം മുമ്പാണ് അനുജയുടെ ഭർത്താവ് കായംകുളത്ത് പുതിയ വീട് പണി തുടങ്ങിയത്. മാർച്ച് 30-നാണ് മറ്റപ്പള്ളിയിൽ നിന്ന് കായംകുളത്തേക്ക് താമസം മാറ്റുവാൻ അനുജ തീരുമാനിച്ചതെന്നാണ് വിവരം. അനുജ കൈവിട്ടു പോകുമെന്ന് കരുതിയാണ് ഈ ക്രൂരകൃത്യത്തിലേക്ക് ഹാഷിം നീങ്ങിയതെന്നാണ് സൂചന. അനുജയിൽ നിന്നും ഹാഷിം പലതവണ പണം വാങ്ങിയിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഹാഷിമിന്റെയും അനുജയുടെയും സൗഹൃദത്തെക്കുറിച്ച് ഒരു സൂചനയും ഉണ്ടായിരുന്നില്ലെന്നാണ് വീട്ടുകാരും ബന്ധുക്കളും പറയുന്നത്. എന്നാൽ ഹാഷിമിന്റെ സുഹൃത്ത് വലയത്തിൽ അനുജ സുപരിചിതയായിരുന്നു. തുമ്പമൺ ഹയർ സെക്കൻഡറി സ്കൂളിലെ താൽക്കാലിക അധ്യാപികയായിരുന്ന അനുജയെക്കുറിച്ച് സഹപ്രവർത്തകർക്കും നാട്ടുകാർക്കും നല്ല അഭിപ്രായമാണുള്ളത്. ഏവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു അനുജ. ഹയർ സെക്കൻഡറി അധ്യാപികയായി PSC നിയമനം കിട്ടിയിരിക്കെയാണ് അപ്രതീക്ഷിത മരണം ഉണ്ടായത്. വ്യാഴാഴ്ച രാത്രിയാണ് ചാരുമൂട് പാലമേൽ ഹാഷിം വില്ലയിൽ ഹാഷിമും നൂറനാട് സ്വദേശിനി അനുജയും സഞ്ചരിച്ച കാർ കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ചു കയറി മരണമുണ്ടായത്. സഹ അധ്യാപകർക്കൊപ്പം തിരുവനന്തപുരം മാജി പ്ലാനറ്റിൽ വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങുമ്പോൾ കുളക്കടയിൽ വെച്ച് വാഹനം തടഞ്ഞാണ് അനുജയെ ഹാഷിം ബലമായി കാറിൽ കയറ്റിയത്. തൻ്റെ ബന്ധുവാണ് ഹാഷിം എന്ന് പറഞ്ഞ അനുജ വിഷ്ണു എന്ന പേരിലാണ് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. അടൂർ പട്ടാഴിമുക്കിലായിരുന്നു അപകടം നടന്നത്. കോട്ടയത്ത് പോസ്റ്റ്മോർട്ടം നടത്തി അനുജയുടെയും ഹാഷിമിൻ്റെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് റിപ്പോർട്ടും രാസപരിശോധനാ ഫലവും വന്നെങ്കിൽ മാത്രമേ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.